ഇതിൽ ഇപ്പം നേരത്തെ അദ്ദേഹം ചോദിച്ചല്ലോ സോഷ്യൽ മീഡിയയുടെ ഇത്തരം വിമർശനങ്ങൾ. പണ്ട് കാലത്തും മലയാള സിനിമയുടെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പടം ഓടാൻ ഒരാഴ്ച ഒരു സമയം കൊടുക്കും, ഒരു സാമാന്യ ഒരു മര്യാദ, ഒരു കുറച്ച് പേര് കണ്ടോട്ടെ. അതായത് ഇപ്പം എനിക്കൊരു സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം ഞാൻ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണ്? അപ്പം ഞാനിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇയാളത്ര ശരിയല്ല കേട്ടോ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ആ ഒരു പിക്ചറോടുകൂടെ മാത്രമേ ആ വ്യക്തിയെ ഇദ്ദേഹം കാണുകയുള്ളൂ. അതങ്ങനെയല്ലല്ലോ. എനിക്കുള്ള അഭിപ്രായം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, അത് ഞാൻ സമൂഹത്തിന് മുൻപാകെ, അതും ഇറങ്ങിയ അന്ന് തന്നെ ഇതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ, അന്ന് തന്നെ ഇത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് സാമിയേട്ടന് വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. കാരണം ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല. ഇപ്പം സാമിയേട്ടൻ പറഞ്ഞു ഇതിന് പിന്നിൽ ബാധിക്കപ്പെടുന്ന ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവുണ്ട്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ശ്രീ സുരേഷ് കുമാർ. ഞാൻ ബോർഡ് മെമ്പറായിരുന്നു. ഞങ്ങൾക്കറിയാം ഒരു സിനിമ ഓടുമ്പോൾ 10 രൂപയാണ് ക്ഷേമനിധി ബോർഡിൽ, 3 രൂപ അല്ലേ, 3 രൂപയാണ് നമുക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് വരുന്നത്. ഈ 3 രൂപയിൽ നിന്ന് 3 രൂപ ഓരോ ആള് ടിക്കറ്റ് എടുക്കുമ്പോഴും ആ 3 രൂപ കൂട്ടി വെച്ച് എമൗണ്ട് വെച്ച് സിനിമാക്കാർ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ 4-ാം തീയതി ആയി, പൈസ വന്നില്ല, മരുന്ന് വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സിനിമ ഓടുമ്പോൾ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ ഒരുപാട് ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കുറേ നാൾ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫണ്ട് ഇല്ലാതായപ്പോൾ, കാരണം തിയേറ്ററിൽ സിനിമ വരുന്നില്ല, പിന്നീട് ഗ്രാജുവലായിട്ട് വന്ന് കാന്താര പോലുള്ള സിനിമകൾ വന്നപ്പോൾ നമുക്കൊക്കെ ഏത് ഭാഷയുമാകട്ടെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് ഓടുമ്പോൾ ഇതിൽ നിന്ന് സന്തോഷമായി ഒരു നേരത്തെ പിന്നെ അവരവരുടെ അസുഖങ്ങൾക്ക് അത് നിങ്ങൾ വിചാരിക്കണമാതിരി സിനിമാക്കാർ മാത്രമല്ല, ഓട്ടംതുള്ളൽ, കഥകളി, കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, നാഗസ്വരം, ദവില്, മദ്ദളം എന്ന് വേണ്ട എല്ലാ കലാകാരന്മാരും അല്ലേ, എല്ലാ കലാകാരന്മാർക്കും ഈ സിനിമ ഓടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ 3 രൂപയിൽ നിന്നാണ് ഓരോരുത്തർക്ക് ഇത് 3700-ലധികം ആളുകൾ ഈ എമൗണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര ആൾക്കാർ! അപ്പോൾ ഒരു സിനിമ ഒരാൾക്ക്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏതൊരു വ്യക്തി, ഞാനിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് ആ ആൾക്ക് ഒരു വലിയ പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിന്നെ ഒരു സിനിമയെക്കുറിച്ച് സിനിമ കണ്ട് 11 മണിക്ക് സിനിമ കണ്ടു, 2 മണിക്കുള്ളിൽ ആ റിവ്യൂ ഇടുന്ന ഒരാൾ ഒരു സിനിമ നല്ലതാണ്, ഗംഭീര സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് താഴെ കമൻ്റ് ഇടുന്നവരോ അത് കണ്ടവരോ കൂടിപ്പോയാൽ ഒരു 100 പേരോ 200 പേരോ ഉണ്ടാവും. അതേസമയം ഒരു മോശം സിനിമയാണ് എന്ന് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ റിവ്യൂ ഇടുന്നു, അത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ കമൻറ്റ്. അപ്പോൾ ഈ നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും അധികം ഇവിടെ പ്രചരണം കൂടുന്നത്. അപ്പം ഈ ആൾ എന്തിനാണ് ഇങ്ങനെയുള്ളവർ, ഇങ്ങനെ വിമർശിക്കുന്നവർ എന്തിനാണ്? അവർ പൈസ ഉണ്ടാക്കാനാണല്ലോ. അവർക്ക് ഈ യൂട്യൂബിൽ കൂടി ആൾക്കാർ ഇതിങ്ങനെ കാണുമ്പോൾ അവർ പണമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയല്ലേ ഒരു സിനിമ ചെയ്യുന്നത്. ആ സിനിമയിൽ കൂടി സിനിമ നിർമ്മിച്ച നിർമ്മാതാവ്, സംവിധായകൻ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ചായ കൊടുക്കുന്നവർ മുതൽ ഈ പറഞ്ഞ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർ, ഈ 4000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു സിനിമയെക്കുറിച്ച് മോശമായി പറഞ്ഞാലും ഞാൻ തിയേറ്ററിൽ മാത്രമേ സിനിമ പോയി കാണൂ, ഞാൻ OTT കാണില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ, അതുപോലെ എത്ര മിഥുനം ഭയങ്കര സക്സസ് ആണ്. എവിടെ? ഓൺലൈൻ മാധ്യമങ്ങളിൽ, യൂട്യൂബിൽ അതിങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. തിയേറ്ററിലധികം പോയിട്ടില്ല. ദേവദൂതൻ തിയേറ്ററിലധികം പോയിട്ടില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ടേസ്റ്റ് മാറുന്നു എന്ന് പറയുന്ന മാതിരി ഒരു ചെറിയ വാക്കുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ചെയ്യുന്ന ഇത്തരം വിമർശനങ്ങൾ, താങ്കൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ ഒരാഴ്ച ഒരു സമയം കൊടുക്കുക.
ഇതൊരു എല്ലാവരും ഇവിടെ സ്പീൽബർഗ് ഒന്നും അല്ല, എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ 100% ബെസ്റ്റ് സിനിമ എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കൂ. അപ്പം അത് പടങ്ങൾ ഓടട്ടെ, എല്ലാവരും ഇവിടെ ജീവിക്കട്ടെ. ഇങ്ങനെ താങ്കൾ മാത്രം, ഇത്തരം വീഡിയോ ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ഇത് ഇട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ റിവ്യൂസും ഷെയറിങ്ങും കൊണ്ട് ജീവിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വലിയൊരു വിഭാഗം ഈ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഇതിൽ നിന്ന് കിട്ടുന്ന ആ 3 രൂപയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് കൂടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം. ഈ വർഷം തുടങ്ങിയ സമയത്ത് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്നൊരു പേരുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളും വലിയ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് നേടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സിനിമകൾക്കൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ യൂട്യൂബേഴ്സും ഉണ്ട്. ആ വീഡിയോയ്ക്ക് ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഷെയർസും കമന്റ്സും ഉണ്ട്. കാരണം പ്രേക്ഷകർക്ക് അതൊരു നല്ല സിനിമയായിട്ട് വന്ന് ഈ യൂട്യൂബർ റിവ്യൂ പുള്ളി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഓഡിയൻസ് അയാൾക്ക് നേരെ തിരിയും. അതിന് ആ കമന്റ് ബോക്സുകളും തെളിവുകളാണ്. അപ്പോൾ ഈ സിനിമ പ്ലാൻഡ് അറ്റാക്ക് ആണെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ആദ്യം മുതലേ നെഗറ്റീവിനാണ് വ്യൂ കിട്ടുന്നതെങ്കിൽ സിനിമകളെ നെഗറ്റീവായിട്ട് മാത്രം യൂട്യൂബേഴ്സിനും അപ്രോച്ച് ചെയ്താൽ മതിയായിരുന്നു. സിനിമ നല്ലതാണെങ്കിൽ അവർ നല്ലത് പറയുന്നുണ്ട്, അത് സ്വീകരിക്കാൻ ജനങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ അത് ഫിക്സഡ് ആയിട്ട് പോകുന്നത്. അപ്പം സിനിമ മോശമാകുന്നത് കൊണ്ടല്ലേ സംഭവിക്കുന്നത്. മാത്രമല്ല ഈ ഒരാഴ്ചത്തെ കാലം ചോദിക്കുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവർ നല്ലതാണെന്ന് അഭിപ്രായം പറയുന്നുണ്ട്. ആ ദിവസത്തിന്റെ നൈറ്റ് ഷോ, സെക്കൻഡ് ഷോ ആവട്ടെ, ഫസ്റ്റ് ഷോ ആവട്ടെ, ഹൗസ്ഫുൾ ആയിട്ട് മാറാൻ സഹായിക്കുന്നത് സാഹചര്യമാണ് പറയുന്നത്. യൂട്യൂബർ പറഞ്ഞുകൊണ്ടല്ല ഹൗസ്ഫുൾ ആവുന്നത്. അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങി മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് പറയുന്നത്. ഇപ്പം ഞാൻ പടം കണ്ടിറങ്ങി നല്ലതാണെങ്കിൽ 5 പേരെ വിളിച്ച് പറയും പടം നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഈ യൂട്യൂബറെ മണ്ടോണ്ട് മാത്രമല്ല പടം ഹിറ്റാവും. യൂട്യൂബറിന് മാത്രമല്ല സാർ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ ഇപ്പോൾ ഒരാഴ്ചത്തെ സമയം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുമ്പോൾ സ്പീഡി ആയിട്ട് മൗത്ത് പബ്ലിസിറ്റിയും കൂടി ഉണ്ടാകുന്നു. ആദ്യത്തെ ദിവസം തന്നെ പോകുന്നു. ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ഒരാഴ്ച ആളുകൾ കയറി കണ്ടിട്ട് അവർ പറയട്ടെ, ആ പടം അവർ സ്വയം പറയട്ടെ. അത് നമ്മൾ ഉടനെ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നമ്മൾ ഒരാളോട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പറയുന്നത് പോലെ അല്ലല്ലോ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി. പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സംവിധാനം, ഇതുപോലെ ഒരുപാട് സിനിമകൾ, ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത സിനിമ ഇന്ന കുഴപ്പങ്ങളായിട്ട് പറയട്ടെ. തീർച്ചയായിട്ടും രൂക്ഷമായി തന്നെ ഒരു സമയം കൊടുക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം ഒരു സമയം കൊടുക്കൂ എന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടു ഇത് പൊട്ട സിനിമ, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ താഴെ വന്നിട്ട് അതിൽ ഇന്ന സീൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേഷൻ ഇന്ന രീതിയിൽ ശരിയായില്ല, നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ശരിയായില്ല, നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഇതൊക്കെ പറയട്ടെ. പറയുന്ന എന്താണ്? പറയുന്ന ഭാഷ എന്താണ്? തെറി വിളിയാണ്. ഏതൊരു വിഷയത്തിനും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ, നമ്മുടെ സിനിമകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ടാവും. പക്ഷേ അതിന് താഴെ വന്ന് വളരെ ആരോഗ്യപരമായി വിമർശിക്കുന്നതിന് പകരം അടിച്ചമർത്തിയിട്ടുള്ള ഈ വിമർശനം അത് ഒന്ന് മിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ വർഷം തന്നെ ഒരുപാട് മലയാള സിനിമകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലോകശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ IMDbയുടെ മോസ്റ്റ് ഫേമസ് ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ 4 മലയാള ചിത്രങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ലോക ചിത്രങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോ ഹോളിവുഡിലൊക്കെ ഒരു ചിത്രം റിലീസ് ചെയ്ത് അതിന്റെ ആദ്യത്തെ ദിവസം റിവ്യൂവേഴ്സ് ആ ചിത്രത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് വെച്ചിട്ട് അതിന്റെ സ്റ്റാർസും മറ്റു കണക്കുകളും വെച്ചിട്ടാണ് അവർ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം, അത് റിലീസിന് മുൻപേ റിവ്യൂവേഴ്സിന് വേണ്ടി പ്രത്യേക ഷോ നടത്തി. റിവ്യൂവേഴ്സ് ആ ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതിന് റീഷൂട്ട് നടത്തി പ്രത്യേക ഭാഗങ്ങൾ മാറ്റി അത് റിലീസ് ചെയ്തതാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ചിത്രങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോ ലൈക്കയുടെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ നെഗറ്റീവ് വന്നതുകൊണ്ട് ആ ചിത്രത്തിന് 24 മിനിറ്റോളം കട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും നടന്നിട്ടുണ്ട്. കടുവ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ അതിലെ ഒരു ഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അതിലെ സംവിധായകനും നടനും ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ് അത് മാറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിവ്യൂവേഴ്സിന്റെ വാക്കുകൾ ലോക സിനിമകൾ കാതോർക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിന് മാത്രം ഇങ്ങനെ ഒരു കൺസിഡറേഷൻ വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ്?
അതായത് ഇപ്പം ലോക സിനിമയും മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം 3-4 പടങ്ങൾ ഓടി എന്നുള്ളത് ശരിയാണ് മലയാളത്തിൽ. ഇപ്പം ആദ്യം തുടക്കത്തിൽ അത് കഴിഞ്ഞ് പൊളിഞ്ഞു പോയ പടങ്ങൾ, അടിപടല പോയ പടങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. 4-5 പടങ്ങളേ ഉള്ളൂ ആദ്യത്തെ ഈ വർഷം ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോയ പടങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ 4-5 പടങ്ങളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പടങ്ങൾ നല്ലതായിരുന്നു, നല്ലതായിട്ട് ഓടി, അതൊക്കെ ശരി. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞില്ലേ വെട്ടിക്കളഞ്ഞു എന്നുള്ളത്, ഇത് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. അന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് ഓരോ ദിവസവും ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി വെട്ടി മാറ്റിയിട്ടുണ്ട്. ഒരു എഡിറ്ററെ കൊണ്ട്, അസിസ്റ്റൻ്റ് എഡിറ്ററെ കൂടെ വിട്ടിട്ട് ഇത് വെട്ടി മാറ്റും. രക്തം കൂടി പോയിട്ട് അല്ലെങ്കിൽ ലാഗ് അടിക്കുന്ന സീന് ഇതെല്ലാം എടുത്ത് മാറ്റിയ ചരിത്രം എത്രയോ വർഷങ്ങളായിട്ട്. ഞാനൊക്കെ സിനിമ 81 സിനിമ തുടങ്ങിയിട്ട് ഞാൻ ഒരു 90 ഈ ഇതുവരെ എനിക്കെൻ്റെ മിക്കവാറും പല സിനിമകൾ നമുക്ക് മോശമായെന്ന് തോന്നിയ സിനിമകളിലൊക്കെ നമ്മൾ പോയി വെട്ടിയിട്ടുണ്ട്. ലെങ്ത് കൂടുതലായിട്ട് അന്നേ തുടങ്ങിയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ലെങ്ത് കൂടെ അന്ന് ഇവരാരും വിമർശിച്ചിട്ടല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടല്ല, ഇന്ത്യനെ ഇപ്പം കൂടി ഇവർ പറഞ്ഞിട്ടല്ല. അവർക്ക് തോന്നി മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു പ്രേക്ഷകൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് അവിടെ കൊള്ളൂല, ഇവിടെ ലാഗ് അടിക്കുന്നു പറഞ്ഞാൽ കെട്ടിക്കളയും. ഞങ്ങൾ വെട്ടിയിട്ടുള്ളതാണ്. ഞാനൊക്കെ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അതിൻ്റെ അകത്ത് വരെ ഞാൻ വെട്ടിയിട്ടുണ്ട്. അതറിയാം, നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ പറയുന്നത് കേട്ട് ഇവരുടെ റിവ്യൂ അനുസരിച്ചല്ല ഞങ്ങൾ സിനിമ എടുക്കുന്നതും. ഇനി നാളെ ഇവർ പറയും ഇങ്ങനെ സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർ നമ്മളെ സിനിമാക്കാരെ പഠിപ്പിക്കാൻ വരികയാണെന്ന് വെച്ചാൽ എങ്കിൽ അവരൊരു സിനിമ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരട്ടെ. ഏറ്റവും മെച്ചമുള്ള സിനിമ അവർ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരട്ടെ, എന്നിട്ട് പറയട്ടെ റിവ്യൂ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം കൊടുത്തിട്ട് പറയും. ഇത് ഇറങ്ങിയ ഉടനെ ഇതൊരു തല്ലിപ്പൊളി പടമാണ്, ഇത് ഒരു വായിക്ക് കൊള്ളൂല, മറ്റേ പറഞ്ഞ് അങ്ങനെയാണ് ഒരു പടത്തിനെ കുറിച്ച് പറയേണ്ടത്. കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേര് പോയിട്ട് എവിടെ വേണോ 4-5 ദിവസം കഴിഞ്ഞ് ഈ ഒരു റിവ്യൂ നടത്തട്ടെ. ഒരു പ്രൊഡ്യൂസർ മുടക്കുന്ന കാശ്, കോടിക്കണക്കിന് രൂപയുടെ കാശ് മുടക്കിയ ഒരു സാധനമാണ് വന്ന് നിന്നുകൊണ്ട് ഒരു ക്യാമറയുടെ ഒരു ചെറിയ ഒരു മൊബൈൽ ക്യാമറയും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഇത് ഒരു വായിക്ക് കൊള്ളൂല, ഇത് മോശമാണെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. എത്ര ഒരു പ്രൊഡ്യൂസറുടെ ചങ്കിലിട്ട് കുത്തുന്ന പോലാണത്. അയാളുടെ ജീവിതമാർഗമാണ് കളഞ്ഞു കുളിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഇവർക്ക് അത് തന്നെ വിമർശിച്ചോട്ടെ, എന്തിനെ വിമർശിക്കാം? നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എന്തിനേയും ഭരണഘടന തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ്? അതിന് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ടല്ലോ, അത് നോക്കി ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഈ ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നിട്ട് നമ്മൾ വേറൊരു ട്രാക്കിലോട്ട് നീങ്ങുകയാണ്. നമ്മൾ തിരിച്ചതിലോട്ട് മലയാള സിനിമയിൽ തന്നെ ഇപ്പോ പല ആളുകളും ഈ യൂട്യൂബേഴ്സ് നല്ല റിവ്യൂ പറഞ്ഞാൽ ആ നല്ല റിവ്യൂവിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോ എന്തുകൊണ്ട് നല്ല ഭാഗങ്ങൾ പറയുന്നത്? നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ അത് ആ പ്രൊഡ്യൂസറിന് പ്രയോജനം ചെയ്യാൻ അയാൾക്ക് കാശ് കിട്ടുന്ന, അയാളുടെ പെട്ടി കാശ് കിട്ടുന്നതാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയിരിക്കുന്നതാണ്. ഈ വർഷത്തെ നിങ്ങൾ പറയുന്ന ഈ പടങ്ങൾ 4-5 പടങ്ങൾ ഒഴിച്ചാലും പടങ്ങൾ പൊട്ടിയ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് തൂക്കിയാൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ താന്നിരിക്കുന്നത്.